ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന അമേസിംഗ് ഫൺ ഫാക്ട്സ് പാർട്ട് 19 ആണ്. സീ ലെവലിന് മുകളിലുള്ള ഏറ്റവും വലിയ പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണല്ലോ. പക്ഷേ ഇത് ഭൂമിയിൽ നിന്ന് സ്റ്റാർസിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള സ്ഥലമൊന്നുമല്ല, മറിച്ച് അത് മൗണ്ട് ചിംബറാസോ ആണ്. ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 20,000 അടി അല്ലെങ്കിൽ 6,100 മീറ്ററോളമാണ്. വാസ്തവത്തിൽ എല്ലാ ചീസിലും തന്നെ വുഡ് പൾപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് സെല്ലുലോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് നമ്മുടെ ദഹന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇതെന്തിനാണ് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൽപ്പാദന സമയത്ത് ഇത് കേടുവരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മരങ്ങളിൽ പെട്ട ഒന്നാണ് വൈറ്റ് ട്രീ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും തന്നെ നമ്മളെ വിഷമേൽപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ തൊലി, കൊമ്പ്, ഇല പോലെയുള്ളവർക്കെല്ലാം തന്നെ. പക്ഷെ ഇതിൻ്റെ ബെറിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല. പക്ഷെ ഇതിനകത്തുള്ള കുരു കഴിക്കുന്നത് വളരെ പ്രശ്നം തന്നെയാണ്. വാസ്തവത്തിൽ വൈറ്റ് ചോക്ലേറ്റിനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പേരാണ് ഇട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാസ്തവത്തിൽ ഒരു ചോക്ലേറ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊക്കോ സോളിഡ്സ് അടങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇതിൽ വാസ്തവത്തിൽ പഞ്ചസാര, പാൽ, കൊക്കോ ബട്ടർ അതുപോലെ തന്നെ വനിലയും മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, കൊക്കോ ബട്ടർ ഒരിക്കലും കൊക്കോ പൗഡറായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. വാസ്തവത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കേൾക്കുന്ന പാട്ടിനെല്ലാം തന്നെ നമ്മുടെ ഫുഡിൻ്റെ രുചിയെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അത് ലോ ഫ്രീക്വൻസി സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് കയ്പ് തോന്നുകയും അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ട് ആണെങ്കിൽ അത് മധുരം തോന്നിക്കുകയും ചെയ്യുന്നതായിരിക്കും. സത്യത്തിൽ നോർത്ത് പോളിന് അടിയിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ലാൻഡ് ഒന്നുമില്ല, മറിച്ച് അവിടെ ഉള്ളത് സീ ഐസ് മാത്രമാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഗ്രാവിറ്റേഷണൽ പുൾ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ, അല്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും. നമ്മളെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ചോക്ലേറ്റ് ക്രീം ആയിരിക്കുമല്ലോ ന്യൂട്ടല്ല എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന 25% ഹേസിൽനട്ട്സും ഇതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരു വർഷം മുഴുവൻ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്ടല്ല കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ 8 തവണയോളം മൂടാൻ കഴിയുന്നതാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ആസ്ട്രോനോട്ട് സ്പേസിൽ വെച്ച് ഒരു കോൺ ബീഫ് സാൻഡ്വിച്ച് എടുക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിക്കാൻ കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 0 ഗ്രാവിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ആ സ്പേസ് ഷിപ്പിൽ പറന്ന് നടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവരെല്ലാവരും തന്നെ അത് പെറുക്കിയെടുക്കുകയാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ആ സ്പേസ് ഷിപ്പിനെ ഡാമേജ് വരുത്താൻ കാരണമായേക്കാവുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ പ്രകൃതിക്ക് കറുപ്പ് നിറം ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തുള്ള പൂക്കളിൽ ഒന്നുപോലും കറുത്ത പൂവില്ല. പക്ഷെ ചിലർക്കൊക്കെ ഡാർക്ക് റെഡോ അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിളോ എല്ലാം തന്നെ ബ്ലാക്കായി തോന്നാവുന്നതാണ്. മക്ഡൊണാൾഡ്സ് ഓരോ വർഷവും ഏകദേശം 2.5 ബില്യണോളം ഹാംബർഗറുകൾ വിൽക്കുന്നുണ്ട്. ഇത് ഓരോ സെക്കൻഡിലും ഏകദേശം 75ഓളവും അതുപോലെ തന്നെ ഇത് ഓരോ ദിവസത്തിലും ഏകദേശം 2.5 മില്യണോളവുമാണ്. വാസ്തവത്തിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും സാൾട്ടിയസ്റ്റ് ആയിട്ടുള്ള ഓഷ്യൻ എന്ന് പറയുന്നത് അന്റാർട്ടിക് ഓഷ്യനാണ്. വാസ്തവത്തിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും കട്ടെടുക്കപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ചീസാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ലോകത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നതിലെ 4% ചീസ് ആളുകൾ കട്ടെടുക്കുകയാണ്. ഇത് മാത്രമല്ല, ഏകദേശം 90കളിലൊക്കെ ചീസിനായിട്ട് ഒരു ബ്ലാക്ക് മാർക്കറ്റ് പോലും ഉണ്ടായിരുന്നു. പണ്ടുകാലത്തേക്കാൾ ഇക്കാലത്തെ നമുക്ക് കൂടുതൽ ഇരട്ടകളെ കാണാൻ കഴിയും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകി കല്യാണം കഴിക്കുന്തോറും നമുക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഇതാണ് അടുത്തതായി വരുന്ന ഫാക്ട്. ലോകത്തിലെ ഏറ്റവും എരിവുള്ള ചില്ലി കഴിച്ചാൽ മനുഷ്യൻ മരിച്ചു പോകും. പക്ഷേ ഇത് പാചക ആവശ്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് പെയിൻ കില്ലർ ആയിട്ടാണ്. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നതനുസരിച്ച് ലിയനാർഡോ ഡാവിഞ്ചിക്ക് ഒരേ സമയം ഒരു കൈ കൊണ്ട് എഴുതാനും മറ്റൊന്ന് കൊണ്ട് ചിത്രം വരക്കാനും കഴിഞ്ഞിരുന്നു. ജോൺ ഡി റോക്ക്ഫില്ലർ എന്ന വ്യക്തിക്കാണ് ലോകത്തിലെ ഏറ്റവും ധനികൻ എന്ന റെക്കോർഡ് ഇപ്പോഴുമുള്ളത്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആസ്തി ബിൽ ഗേറ്റ്സിനേക്കാൾ 10 ഇരട്ടിയാണ്. സ്റ്റാർഫിഷിന്റെ ദേഹത്ത് നിന്ന് ഒരു ഭാഗം മുറിഞ്ഞു പോയാൽ അവിടെ വീണ്ടും അത് പുനരുൽപ്പാദിപ്പിക്കും. മാത്രമല്ല, അത് മുറിഞ്ഞു പോയ ഭാഗം കൂടി സ്റ്റാർഫിഷിന്റെ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അടുത്തതായി വരുന്ന ഫാക്ട്. ലോകത്തിലെ മുഴുവൻ കോഴികളുടെയും എണ്ണം എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെക്കാൾ ഇരട്ടിയാണ്. 2012 സർവേയിൽ അവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 18.6 ബില്യൺ ആണ്. രാജ്യങ്ങളുടെ പതാകയിൽ വെറും 2 പതാകയിൽ മാത്രമേ പർപ്പിൾ എന്ന കളർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഡൊമിനിക്കുകയും മറ്റൊന്ന് നിക്കരാഗുവയാണ്.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭാഗ്യവാന്മാരാണ്. കാരണം ഭൂമിയിലെ 3-ൽ 1 ആൾക്ക് മാത്രമേ മഞ്ഞ് കാണാനുള്ള അവസരമുള്ളൂ.